കാരണം രേണുസുതിയാണ്. കുറേ പേർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതെന്തായാലും ബിഗ് ബോസ് ചെല്ലുമ്പം അവർക്ക് മനസ്സിലായി ഞാൻ എന്താണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ചേച്ചി ഇതായിരുന്നു ചേച്ചി. ഞങ്ങളൊക്കെ ഓർത്ത് ചേച്ചി കണ്ട് ഭീകരയായിരിക്കുന്നു. പക്ഷേ ഭീകരയൊന്നും അല്ലാതെ മനസ്സിലായി. എന്തായാലും ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വോക്കൗട്ടായി വന്നു. പക്ഷേ എനിക്ക് ഹെൽത്ത് ഒക്കെ അല്ല. പിന്നെ ഇതിനെ കാണണമെന്ന് ചിച്ചുനെ കാണണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. ഇവരെ കണ്ടു. അപ്പോൾ എല്ലാവരും ചോദിക്കും അപ്പം ദുബായിൽ പോകുമ്പോൾ എന്ന് ഞാൻ ഇവനെ ഫോൺ വിളിക്കുമായിരുന്നു, കാണുമ്പോൾ എൻ്റെ ചിച്ചുനെ വിളിക്കുമായിരുന്നു. സോ എന്തായാലും വിന്നറായി അനുമോൾ, കൺഗ്രാജുലേഷൻ. അനീഷിനെ സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യ ശാരിക എൻ്റെ ഫ്രണ്ടായിട്ട് വന്നതാണ്. ഹോട്ട് സീറ്റ് ശാരിക ഇപ്പം ഹാർട്ടിലൊരു സീറ്റ് ഉറപ്പിച്ചു അവള്. സോ ഭയങ്കര സന്തോഷം. രേണു ഉയരങ്ങളിലോട്ട് പോകുമ്പോൾ ഇത്ര സിമ്പിളാകാൻ എങ്ങനെ പറ്റും? ഞാൻ അങ്ങനെയാണ്. കാരണം സുധിച്ചേട്ടനാണ് എൻ്റെ വഴികാട്ടി ഒരു കാര്യം. ആളെപ്പോഴും ഇങ്ങനെ സിംപിൾസിറ്റി ആയിരുന്നു. അറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. സോ ഞാൻ ആളെ കണ്ടിട്ടാണ് ഇത്രയായത്. രേണു ഇതുവരെ ആരോടും ഒരു ജാടയും കാണിക്കാറില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്നെ അടുത്തിട്ട് ജാട കാണിക്കണം ഒന്നുമില്ല. നമുക്ക് ജാട കാണിക്കൊന്നുമില്ല. പിന്നെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കത് യാതൊരു വിഷയമില്ല. ഇനിയിപ്പം വിവാദങ്ങൾ പുതിയത് പൊട്ടിപ്പറപ്പെട്ടത്തെ പുതിയ ഇൻ്റർവ്യൂസ് ഒക്കെ എന്നെ പറ്റി പറയട്ടെ, എനിക്ക് യാതൊരു വിഷയമില്ല. ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പഴയതിനെക്കാട് നല്ല ബോൾഡായി. ഇനിയിപ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലേ രേണുസുതി ഇങ്ങനെ തന്നെ. വിജയത്തിന് ശേഷം അനുമോളെ ഫസ്റ്റ് കണ്ടിട്ട് എന്താ പറഞ്ഞത്? കെട്ടിപ്പിടിച്ചു, കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. സന്തോഷം. ലാലേട്ടൻ വസീകരെ കണ്ടുകൊണ്ടാണല്ലോ പറഞ്ഞത്. ലാലേട്ടൻ പാട്ട് പാടി കണ്ണടച്ച് പാടിയതുകൊണ്ട് ലാലേട്ടൻ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ല. കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. അനീഷിനോട് പറഞ്ഞപ്പോൾ അനീഷിന് ഭയങ്കര സന്തോഷം. അവൻ ചോദിക്കണം ഇതൊക്കെ ഇത്ര ആയോ രേണുവേ. പിന്നെ അനീഷിനോട് പറഞ്ഞു ഇത്ര ബോൾഡായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും നിങ്ങളെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അതല്ലേ? ഓ ആയിക്കോട്ടെ, നമുക്കറിയില്ല. ഞാൻ ആ കൂട്ടത്തിൽ ഇല്ലാതിരിക്കും. ഞാൻ ലാസ്റ്റാണ് കയറിയത്. ഞാൻ അവിടെ ചെന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ച് അനീഷിനോട് കണ്ണടച്ച് കിടക്കുന്ന പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് വേറൊന്നും. ശരിക്കും ഈ സീസൺ അനീഷിനെ മാറിയിട്ടുണ്ട്. അതാണ് അനീഷ് രേണു സീസൺ. അനീഷിന്റെ ഏതെങ്കിലും ഫേമസ് ഡയലോഗ് ഒന്ന് ഓർക്കുന്നുണ്ടോ ബിഗ് ബോസിലെ? സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം കേൾക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഇല്ല, റീഎൻട്രിക്ക് ശേഷം ഇല്ല, അത് എത്തുമായിരുന്നു. പക്ഷെ ഞാൻ വേണ്ടേ നിൽക്കാം. ഈ പറയുന്ന ആർക്കും നിൽക്കാൻ പറ്റില്ല. ഞാനെന്ന് പേഴ്സണ് വേണ്ടി അവിടെ നിൽക്കണം. എനിക്കത് പറ്റില്ല. എനിക്കങ്ങനെ ഒരുമാതിരി പ്രഷർ കുക്കർ പോലൊന്നും എനിക്ക് പറ്റൂല. എനിക്ക് ഈ വെളിയിലൊക്കെ ഇറങ്ങണം, ഫോൺ കാണണം, പിള്ളേരെ കാണണം, ഇങ്ങനെയൊക്കെ നിൽക്കണം, ഷൂട്ട് ചെയ്യണം, ആൽബം ചെയ്യണം. പി ആറിനെ പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. കാരണം എനിക്കറിയില്ല. കൊടുക്കുന്നവർ കൊടുക്കട്ടെ, ഇല്ലാത്തവരില്ല. ഇല്ലില്ല, കൊടുത്തിട്ടില്ല. റീഎൻട്രിക്ക് ശേഷം എല്ലാ കമന്റുകളും വരുന്നത് അറിയോ? ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ രേണു എന്തിനു പുറത്ത് പോകുന്നു? അറിയില്ലാത്തോണ്ട് അല്ല, ഇങ്ങനെയാണെങ്കിൽ പുറത്ത് പോരാൻ നിൽക്കുകയാണെങ്കിൽ ഫൈനലിൽ എത്തിയിരുന്നു. പോസിറ്റീവായിട്ട് എല്ലാവരും കമന്റ്. അതെനിക്ക് ഒത്തിരി സന്തോഷം. കാരണം എന്നെ മനസ്സിലാക്കില്ലല്ലോ. രേണുവിന്റെ ജീവിതം ബിഗ് ബോസിന് ശേഷം മാറി മറിഞ്ഞു. അതുകൊണ്ടല്ലേ ദുബായിലൊക്കെ ഇനോഗ്രേഷൻ പോയി. ലാലേട്ടൻ വരെ ചോദിച്ചില്ലേ രേണുസുതി എവിടെ ആയിരുന്നു ദുബായിലൊക്കെ. ദുബായിലും ബഹറിലും ഇനോഗ്രേഷൻ പോകാൻ വേണ്ടിയിട്ടാണോ രേണുസുതി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. എന്നെ ട്രോൾ ചെയ്യായിരുന്നു. പിന്നെ ബഹ്റൈനിൽ വരുമ്പോൾ ലാലേട്ടനും അതേ ഫ്ലൈറ്റിലായിരുന്നു, എമിറേറ്റ്സിലായിരുന്നു. ഗായകൻ കൂടെയാണ്. എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞില്ല. അതാണ് എൻ്റെ വിഷയം. രേണു അനുമോളുടെ വിജയത്തിന് ശേഷം ഒരു പാട്ട് പാടോ? സന്തോഷം ജന്മദിനമല്ലല്ലോ, സന്തോഷം വിജയദിനം. ബിഗ് ബോസിന് അനുമോൾക്ക് പോരെ ഇനി വസീകര പടം ചീഞ്ഞ് നാറി വസീകര അവിടെ തൊട്ട് തുടങ്ങി. ദിനമുന്നേ കുളിത്തതും തന്നെ തേടി ഇൻസേലനുണയാളുന്തൻ തலை துடைப்பாயே அது கவிதை. யாரேனும் மணி கேட்டால் அதை சொல்லக்கூட தெரியாது. காதலனும் முடிவெளியில் கடிகார நேரம் கிடையாது. வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினாய் போதும் அதே கணம். என் കണ്ണുറങ്ങാ മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും. ഓക്കെ, ബൈ ബൈ. മലയാളികളുടെ ഹൃദയത്തിൽ രേണു പാടി കയറി. ബിഗ് ബോസിലെ ഡാൻസും പാട്ടും